തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയറെയും ഭർത്താവിനെയും ഒഴിവാക്കി കുറ്റപത്രം. മ്യൂസിയം പോലീസാണ് ഇരുവരെയും ഒഴിവാക്കി കുറ്റപത്രം തയ്യാറാക്കിയത്. ബസ് ഡ്രൈവർ യദുവിനെതിരെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. KSRTC ബസ് ഡ്രൈവറെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ മേയറുടെ സഹോദരൻ മാത്രമാണ് പ്രതി. 2024 ഏപ്രിൽ 27 രാത്രി തിരുവനന്തപുരത്തെ പാളയത്ത് വെച്ചായിരുന്നു മേയറും MLAയും ചേർന്ന് KSRTC ബസ് തടഞ്ഞ സംഭവം. ഈ കേസിന്റെ കുറ്റപത്രം 2 ആഴ്ച മുൻപ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത്. നിയമോപദേശം തേടിയ ശേഷമാണ് മേയറെയും MLAയും ഒഴിവാക്കിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഡ്രൈവർ യദു മേയറുടെ വാഹനത്തിന് നേരെ അശ്ലീലാംഗ്യം കാണിച്ചത് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഒരു കുറ്റത്തെ പ്രതിരോധിക്കുന്നത് മറ്റൊരു കുറ്റമായി കണക്കാക്കേണ്ടതില്ലെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയതെന്നുമാണ് പോലീസ് പറയുന്നത്. മേയറുടെ സഹോദരന്റെ ഇടപെടൽ അനാവശ്യമായിരുന്നുവെന്ന് വിലയിരുത്തിയാണ് അദ്ദേഹത്തെ മാത്രം പ്രതി ചേർത്തത്. മേയറെയും MLAയും ഒഴിവാക്കിയ പോലീസിന്റെ നടപടിക്കെതിരെ നിയമോപദേശവുമായി മുന്നോട്ടു പോകാനാണ് ഡ്രൈവർ യദുവിന്റെ തീരുമാനം. മേയറെയും MLAയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ സ്വകാര്യ ന്യായം നൽകുമെന്നും യദു പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ യദുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് മേയറും MLAയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് പോലീസിന്റെ ഈ നടപടി പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നേക്കാം. ജനം, തിരുവനന്തപുരം.